49 ട്രെയിനുകൾ അവളുടെ കാലിൽ കൂടി കയറി ഇറങ്ങിപ്പോയി. ഒരു രാത്രി മുഴുവനും അവൾ നിലവിളിച്ച് റെയിൽവേ ട്രാക്കിൽ കിടന്ന് ഏകദേശം 7 മണിക്കൂറോളം അവളെ സഹായിക്കാൻ ആരും എത്തിയില്ല. അനസ്തീഷ്യ പോലും എടുക്കാതെയാണ് അവളുടെ കാല് മുറിച്ച് നീക്കിയത്. ആ കാലും വെച്ചുകൊണ്ട് അവൾ മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിലെത്തി ത്രിവർണ്ണ പതാക പറത്തി. പറഞ്ഞു വരണത് ഇന്ത്യയുടെ നാഷണൽ വോളിബോൾ പ്ലെയർ ആയിട്ടുള്ള അരുണിമ സിൻഹയെ പറ്റിയാണ്. ദില്ലിയിലോട്ടുള്ള ഒരു ട്രെയിൻ യാത്രക്കിടയിൽ കുറച്ച് മോഷ്ടാക്കൾ അവളുടെ സ്വർണ്ണമാല തട്ടിപ്പറിക്കാൻ വരികയും അതിനുശേഷം അവളെ ട്രെയിനിൽ നിന്ന് പുറത്തോട്ട് തള്ളിയിടുകയും ചെയ്തു. തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തീർന്നു നിരാശപ്പെട്ടു എന്ന് കരുതി ഇരിക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അവൾ പുതിയ സ്വപ്നം കണ്ടു, മൗണ്ട് എവറസ്റ്റ് എന്ന സ്വപ്നം. പലരും അവളെ കളിയാക്കി. 2 കാലും വെച്ചുകൊണ്ട് അവിടെ എത്താനായിട്ട് പലർക്കും പറ്റണില്ല. അപ്പോഴാണ് നീ ഈ ഒറ്റ കാലും വെച്ചുകൊണ്ട് മൗണ്ട് എവറസ്റ്റ്. പലരും അവളെ പരിഹസിച്ച് ചിരിച്ച് ഇൻസൾട്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി എടുത്തുകൊണ്ട് അവൾ മുന്നോട്ട് നീങ്ങി. അങ്ങനെ 2013 മെയ് 21-ാം തീയതി അവൾ മൗണ്ട് എവറസ്റ്റിന്റെ നെറുകയിലെത്തി. ഒരിക്കൽ അവൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എനിക്കിങ്ങനെ അപകടം പറ്റി എൻ്റെ കാല് നഷ്ടപ്പെട്ടു, എന്നിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചരിത്രം കുറിക്കാനുണ്ട്. അതെ, അവൾ ചരിത്രം കുറിച്ച്. നമ്മളും ഇതുപോലെ വേദനകളുടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതൊക്കെ നിങ്ങൾക്കും ചരിത്രം കുറിക്കാനുള്ള ഓരോ സാധ്യതകളാണ്.